EMS പഠനകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നല്ല നിലയിൽ ഇവിടെ പരിപാടികൾ നടന്നു വരുന്നത് നിങ്ങൾക്കറിയാം. അത് കൂടുതൽ ആഴവും പരപ്പുമുള്ളതാക്കാനുള്ള ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും പ്രവർത്തിക്കുന്നു എന്നതും വളരെ വിസ്തൃതമായ ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ മാത്രമേ ഇതുപോലെ ഒരു സന്ദർഭത്തിൽ നമുക്ക് പരാമർശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ നമ്മൾ ഓരോരുത്തരും സ്വതന്ത്രമായി പഠിക്കേണ്ടതുണ്ട്. ഏറ്റവും ലളിതമായി സാമ്രാജ്യത്വത്തെയും വർഗീയതയും എങ്ങനെയാണ് ഇന്ന് ിട്ടുണ്ട് ഗവേഷണ സ്വഭാവത്തോടുകൂടി നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അസിറിയൻ സാമ്രാജ്യത്വം, അത് ബാബിലോണിയൻ സാമ്രാജ്യത്വം, പേർഷ്യൻ സാമ്രാജ്യത്വം, അലക്സാണ്ടർ സ്ഥാപിച്ച സാമ്രാജ്യത്വം, ഇങ്ങനെ ചരിത്രത്തിന്റെ വ്യത്യസ്ത അടരികളിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ സ്വന്തം പ്രദേശങ്ങൾ വിട്ട് സ്വന്തം രാജ്യം വിട്ട്, അത് ആധുനിക ദേശരാഷ്ട്ര രാജ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും രാജാവാണെങ്കിൽ തനിക്ക് തന്റെ രാജ്യം എന്ന് നിർവചിച്ച് കിട്ടിയ രാജ്യത്തിൽ നിന്നും വ്യാപിപ്പിക്കുക. നമ്മുടെ നാട്ടില് ഒരു പറമ്പും വീടും ഒക്കെ ആയിട്ട് കഴിയുന്നു. ആ ആള് അയൽക്കാരുടെ ഭൂമി എല്ലാം കൈവശപ്പെടുത്തി അവരെ അടിച്ചോടിച്ച് അല്ലെങ്കിൽ അയൽവാസികളെ അടിമകളാക്കി മാറ്റി അങ്ങനെ സ്വന്തം പറമ്പ് വിസ്തൃതമാക്കാൻ ഇന്ന് ശ്രമിക്കുന്ന ഒരാളെ നമ്മൾ എങ്ങനെയാണ് കാണുക? യഥാർത്ഥത്തിൽ ഈ പഴയകാല രാജാക്കന്മാർ ഈ സ്വന്തം സാമ്രാജ്യത്വം വികസിപ്പിക്കാൻ വേണ്ടി ചെയ്ത് ഈ പണി തന്നെയല്ലേ, ശുദ്ധ തെമ്മാടിത്തമല്ലേ? പക്ഷെ ഇവരൊക്കെ മഹാന്മാരായ രാജാക്കന്മാർ, വലിയ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചവർ എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വിലയിരുത്തുന്നത്. യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചെറിയ ഉപമയിൽ നിന്ന് അല്ലേ, അയൽ പറമ്പുകൾ കയ്യേറുകയും അയൽവാസികളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന തെമ്മാടിത്തം എന്നൊന്നല്ലേ എന്ന് പറയുന്നത്. അതാണ് എല്ലാ കാലത്തെയും സാമ്രാജ്യത്വങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പഴയ രാജവാഴ്ചക്കാലം മുതൽ ചക്രവർത്തിമാരായിട്ട് മാറുന്നു രാജാക്കന്മാർ. സമുദ്രഗുപ്തൻ ഏറ്റവും വലിയ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിച്ചയാളാണ്. അക്ബർ ആരെയുമുണ്ട്, അശോക ചക്രവർത്തി, അദ്ദേഹത്തിന് അതൊന്നും ശരിയല്ല എന്ന് തീരുമാനിച്ച് ബുദ്ധന്റെ അനുയായിയായി മാറി എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പൊ ഈ അയൽക്കാരെ ആക്രമിച്ച് അവരുടെ സമ്പത്ത് ആർജിക്കുക, അതാണ് ആധുനിക സാമ്രാജ്യത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സാമ്രാജ്യത്വമെന്നും കൊളോണിയലിസം എന്നും നമ്മൾ പറയുമ്പോ നമുക്കറിയാം ഇത് രണ്ടും ഒന്നിനു പകരം മറ്റൊന്ന് ഒക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും കൊളോണിയലിസം എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായി മറ്റ് പ്രദേശങ്ങളെ സ്വന്തം കോളനി പോലെയാക്കി മാറ്റുക, അതാണ് കൊളോണിയലിസം. സാമ്രാജ്യത്വത്തിന്റെ അത്തരമൊരു പ്രവർത്തനമാണ്. അപ്പൊ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കോളനിയായിരുന്നു ഇന്ത്യ. ഓസ്ട്രേലിയ മുതൽ അവരുടെ കൈപ്പിടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് സൂര്യൻ ഉദിച്ചിങ്ങനെ സഞ്ചരിക്കുന്നിടത്തെല്ലാം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലുള്ള ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ടായിരുന്നു. ഈ ആധുനിക രൂപത്തിലുള്ള കൊളോണിയലിസവും സാമ്രാജ്യത്വവും ആവിർഭവിച്ചത് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് 14, 15, 16 നൂറ്റാണ്ടുകളിലായിട്ടാണ്. 17, 18, 19 നൂറ്റാണ്ടുകളാവുമ്പോൾ അതിന്റെ സാമ്രാജ്യത്വാധിപത്യത്തിന്റെ, കൊളോണിയൽ ആധിപത്യത്തിന്റെ ഏറ്റവും അത്യുന്നതാവസ്ഥയിലെത്തി എന്ന് പറയാൻ കഴിയും. അത്തരത്തിലുള്ള അന്യരാഷ്ട്രങ്ങളെ കീഴ്പ്പെടുത്തി
സ്വന്തം ഭരണത്തിന് കീഴിലും സ്വന്തം സമ്പദ് വ്യവസ്ഥയ്ക്ക് കീഴിലുമാക്കി മാറ്റുന്ന ഈ കയ്യേറ്റ സമീപനം, അയൽക്കാരന്റെ വസ്തു പിടിച്ചെടുക്കുന്ന പോലുള്ള പരിപാടിയാണ്. അതിൽ ആദ്യകാലത്ത് പോർത്തുഗലും അതുപോലെ തന്നെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഒക്കെയാണെങ്കിൽ ഇംഗ്ലീഷുകാര് തുടർന്ന് മറ്റുള്ളവരെയൊക്കെ പലയിടത്തേക്കും ഒതുക്കി അധിപതികളായിട്ട് മാറി. ഇവർ തങ്ങളുടെ ആധിപത്യത്തിന് കീഴിൽ ഭൂമിയെയും മനുഷ്യരെയും സമ്പത്തിനെയും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ലോകത്തിന് മേൽ അല്ലെങ്കിൽ ലോകത്തിലെ ചില പ്രദേശങ്ങൾക്ക് മേൽ സ്വന്തം ആധിപത്യം സ്ഥാപിച്ച് ജനങ്ങളെ ചവിട്ടടിയിൽ ഒതുക്കാൻ കഴിയണമെങ്കിൽ അവർക്കിടയിൽ പലതരം ഭിന്നിപ്പുകൾ ഉണ്ടാക്കണം എന്ന കാഴ്ചപ്പാടിലേക്ക് സാമ്രാജ്യത്വം എത്തുന്നു, കൊളോണിയൽ ശക്തികൾ എത്തുന്നു. ചവിട്ടടിയിൽ ജനങ്ങളെ ഒതുക്കി നിർത്തുക എന്നതല്ലാത്ത പദ്ധതിയും ഈ സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലുമാണ്. വടക്കേ അമേരിക്കയിലാണ് ഇന്ന് USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ രാജ്യം. ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നത്തെ മനോഭാവത്തെക്കുറിച്ച് തുടക്ക സമയത്ത് ഞാനൊരു പ്രതികരണം നടത്തിയത് ഒരുപാട് പരിഹാസത്തിന് വിധേയമായതാണ്. അമേരിക്കയുടെ പ്രസിഡന്റായിട്ടല്ല, ലോകത്തിന്റെ പ്രസിഡന്റായിട്ടാണ് ട്രംപ് പെരുമാറി വരുന്നത് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഏതാണ്ടാ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാകാതിരിക്കട്ടെ എന്നാണ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതെങ്കിൽ പോലും ഇപ്പോ ഈ മനുഷ്യൻ പെരുമാറിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. സഖാവ് സ്പീക്കറിനായാലും തന്നെ ഇവിടെ പരാമർശിച്ച ചുങ്കയുദ്ധങ്ങൾ, അത്തരത്തിലുള്ള അധീശത്വപരമായ സമീപനങ്ങൾ ലോകത്തിലെ ഇന്ത്യക്ക് മേലുള്ള ഈ ഇരട്ടച്ചുങ്കം, ആദ്യം പറഞ്ഞ 25%, പിന്നീട് അത് 25 കൂടെ ആക്കി 50 ആക്കി. നമ്മുടെ ഇവിടുന്നുള്ള കയറ്റുമതിയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന മേഖലകളുണ്ട്, സാമ്പത്തിക മേഖലകളുണ്ട്, മത്സ്യസമ്പത്ത് ഈ ഭാഗത്തു നിന്നൊക്കെ സംസ്കരിച്ച് കയറ്റി, ഷ്രിമ്പ് കൃഷിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു പലതും. അമേരിക്കയിലേക്ക് വരെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മത്സ്യം കയറ്റുമതി ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് നിന്നാണെങ്കിൽ കശുവണ്ടിപ്പരിപ്പ് പോകുന്നുണ്ട്, സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട്, കയറുൽപ്പന്നങ്ങളുണ്ട്. ഇതിനെയൊക്കെ ഈ ചുങ്കം ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റു പലർക്കും ഈ തോതിൽ ചുങ്കമില്ലാത്തവർക്ക് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് വേണ്ടെന്ന് വെച്ചിട്ട് മറ്റുൽപ്പന്നങ്ങൾ വാങ്ങുന്ന സ്ഥിതി വരുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ അടക്കം സമ്പദ്ഘടനയെ ബാധിക്കുന്ന തരത്തിലാണ് ഈ ട്രംപിന്റെ പുതിയ ഇരട്ടച്ചുങ്ക ആക്രമണം പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ള കാരണം. ആ ട്രംപ് ഭരിക്കുന്ന അമേരിക്കയിൽ യൂറോപ്പിൽ നിന്ന് ആളുകൾ പോയി ആ ഭൂപ്രദേശം കൈയടക്കുമ്പോൾ അവിടെ ജീവിച്ചിരുന്ന അന്നാട്ടുകാര്, തദ്ദേശീയര്, അവരെ റെഡ് ഇന്ത്യൻസ് എന്നാണ്. ഇന്ത്യ അന്വേഷിച്ച് കപ്പൽ യാത്രകൾ നടത്തുന്ന കൂട്ടത്തിലാണല്ലോ അവിടെ പോയി ഇറങ്ങിയത്. അപ്പം റെഡ് ഇന്ത്യൻസ് എന്ന് അവരെ പേരിട്ട് വിളിക്കാൻ തുടങ്ങി. ഇന്ത്യക്കാരുമായിട്ട് വേറെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ യൂറോപ്യൻ കുടിയേറ്റക്കാർ അക്രമികളായിട്ടാണ് ആദ്യം പ്രവർത്തിച്ചത്. അല്ലാതെ പോയവരുമുണ്ട്, പലതരത്തിൽ പോയവരുണ്ട്. അവർ കൊന്നൊടുക്കുകയാണ് ചെയ്തത് തദ്ദേശീയരെ. യഥാർത്ഥത്തിൽ അവിടുത്തെ വടക്കേ അമേരിക്കയിലെ ഭൂമിയുടെ ഉടമകൾ, അവരെ ആ ഭൂമിയുടെ ഉടമകളെന്നല്ല അവര് കരുതിയത്. റെഡ് ഇന്ത്യൻസിന്റെ ഒരു ഫിലോസോഫിക്കലായിട്ടുള്ള ദാർശനികമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ വായുവും വെള്ളവും പോലെ തന്നെ ഭൂമിയും എല്ലാവരുടേതുമാണ്, നമ്മൾ പങ്കിട്ട് അനുഭവിക്കേണ്ടതാണ്. സർവേ കല്ലിട്ട് ഇത്രയും ഭൂമി എന്റേത് എന്ന് പറയാൻ പാടില്ല എന്നുള്ളൊരു സമീപനമാണ്. സിയാറ്റിൽ മൂപ്പന്റെ വളരെ പ്രഖ്യാതമായ പ്രതികരണം പല രൂപത്തിൽ കെ കൃഷ്ണകുമാർ വളരെ മനോഹരമായിട്ട് കഥ പോലെ സിയാറ്റിൽ മൂപ്പിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. അപ്പം
മനുഷ്യജീവനുകൾ കൂട്ടത്തോടുകൂടി പിടിച്ചുപറിച്ചുകൊണ്ടാണ് അവിടെവിടങ്ങളിൽ ജീവിച്ച മനുഷ്യരുടെ ചോര പടർന്നൊഴുകി. ഇന്ത്യയുടെ അനുഭവമുണ്ട്. ഇന്ത്യയിലെ നെയ്ത്തുവേലക്കാരുടെ വിരലുകൾ മുറിച്ചു കളഞ്ഞു. കാര്യം ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തുണിത്തരങ്ങൾ ഇവിടെ വിറ്റഴിക്കണമെങ്കിൽ ഇന്ത്യയിലെ പരമ്പരാഗതമായ നെയ്ത്ത് നിലനിന്നുകൂടാ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ സാമ്രാജ്യത്വം പല പല ഘട്ടങ്ങളിലൂടെ പ്രാചീന കാലം മുതൽ പ്രവർത്തിച്ച സാമ്രാജ്യത്വമുണ്ട്. നമ്മൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ പറയുന്ന അന്നത്തെ മൂല്യബോധമാണ്. ആ കാലഘട്ടത്തിലെ മൂല്യബോധം എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളെ ഓരോന്നോരോന്നായി പോയി ആക്രമിച്ച് കീഴടക്കി തന്റെ സാമ്രാജ്യം വിസ്തൃതപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം എന്ന പരമ അബദ്ധം സാമൂഹ്യ ബോധമായി കിടന്ന ഒരു കാലത്താണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇതെല്ലാം ഈ യുദ്ധകുറ്റവാളികളെ എന്നാണ് വിളിക്കുന്നത്. ഇവരെല്ലാം യുദ്ധകുറ്റവാളികളാണ് യഥാർത്ഥത്തിൽ. ആ കാലത്തെ സാമ്രാജ്യത്വം ആധുനിക കാലത്തെ കൊളോണിയലിസവും സാമ്രാജ്യത്വവുമായി മാറിയപ്പോ വ്യവസായ വിപ്ലവം അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക കണ്ടെത്തലുകൾ, തോക്ക് പോലെയുള്ള ആയുധങ്ങൾ, ഈ യൂറോപ്പിലെ കൊളോണിയൽ ശക്തികൾ ആധിപത്യം ഉറപ്പിച്ച ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങളിൽ വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ടുള്ള ഇത്തരം ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. പായ്ക്കപ്പലാണ് ഉണ്ടായിരുന്നെങ്കിൽ ആവിക്കപ്പലുണ്ടായി യൂറോപ്പിൽ. അപ്പോൾ കൂടുതൽ വേഗതയിൽ നാവിക യുദ്ധം നടക്കുമ്പോൾ കൂടുതൽ മികച്ച തരത്തിൽ യുദ്ധം ചെയ്ത് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമായിരുന്നു. ഇതെല്ലാം മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലെ ചോരപ്പാടുകളാണ്. എന്നാൽ സാമ്രാജ്യത്വവും വർഗീയതയും എന്ന നിലയിൽ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയും കൊന്നൊടുക്കുകയും വകവരുത്തുകയും ചെയ്യുക എന്നത് മാത്രമല്ല ആധിപത്യം സ്ഥാപിക്കാനുള്ള ഉപായം എല്ലാവരെയും കൊന്നൊടുക്കാൻ കഴിയുമെന്ന് വരില്ല. കാര്യം ഇവരുടെ ആധിപത്യവും അതിന്റെ ഭാഗമായിട്ടുള്ള ഭരണ സംവിധാനവും നിലനിൽക്കണമെങ്കിൽ അവരുടെ കുറെ ജോലി ചെയ്യാൻ കുറെ ആളുകൾ വേണം ഈ ഓരോ രാജ്യത്തും. അപ്പൊ ആളുകൾ ഉണ്ടാവണം, പക്ഷെ അവർ ഒരുമിക്കാൻ പാടില്ല. അവർ ഒരു സമൂഹം എന്ന നിലയിൽ ഒത്തുചേർന്ന് പ്രവർത്തിച്ചുകൂടാ. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണം, സംഘർഷങ്ങൾ ഉണ്ടാകണം, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകണം, അവർക്കിടയിൽ വിഭജനങ്ങൾ ഉണ്ടാകണം. അങ്ങനെയാണ് വിഭജിച്ചു ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രം. അത് സാമ്രാജ്യത്തോടുത്ത് ഉപയോഗിക്കും. അതുപോലെ തന്നെ എല്ലാ അമിതാധികാര ശക്തികളും ഈ വിഭജിച്ചു ഭരിക്കുക എന്നുള്ള തന്ത്രം എടുത്തുപയോഗിക്കും. ഇത് ഈ നിലയിലാണ് വർഗീയതയെ, ഇപ്പൊ കമ്മ്യൂണലിസം എന്ന് നമ്മൾ പറയുമ്പോൾ യൂറോപ്പിലോ വടക്കേ അമേരിക്കയിലോ ഒക്കെ ഉള്ള ഒരാളിനോട് കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ അവർക്ക് കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ലൈഫ് എന്നാണ്, ഒരുമിച്ചുള്ള ജീവിതം. കമ്മ്യൂണൽ എന്ന് പറഞ്ഞാൽ ഭാഷയ്ക്ക് തന്നെ സ്ഥലമനുസരിച്ച് വ്യത്യാസമുണ്ടാകും. അപ്പൊ കമ്മ്യൂണലിസം എന്നത് ഒരു മനുഷ്യവിരുദ്ധമായ സമൂഹവിരുദ്ധമായ പ്രതിഭാസമാണ്, അപകടകരമായ പ്രതിഭാസമാണ് എന്നുള്ളത് ഇപ്പം ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും മൂന്നാലോക രാജ്യങ്ങളിലും ഇത്തരം വിഭജനം ജാതിയുടെ, മതത്തിന്റെ, വംശത്തിന്റെ, ഭാഷയുടെ, പ്രദേശത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള വിഭജനം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കി പാശ്ചാത്യർക്കും ഇപ്പം കമ്മ്യൂണലിസം എന്ന് ഇന്ത്യൻ സന്ദർഭത്തിൽ പറയുമ്പോൾ അവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. അപ്പം വർഗീയതയെ എങ്ങനെ സാമ്രാജ്യത്വം ചില സ്ഥലത്ത് സൃഷ്ടിച്ചു, ചില സ്ഥലത്ത് വികസിപ്പിച്ചെടുത്തു. ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിർബന്ധമായി വരുന്ന ഒന്നാണ്. അതിൽ 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിന്റെ ഭാഗമായി പരിമിതമായ തോതിൽ ഇന്ത്യയിലെ ജനങ്ങൾ
സ്വത്തവകാശമുള്ളവർ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച ഒരു പരിഷ്കാരം കൊണ്ടുവന്നപ്പോൾ മുസ്ലിം മതത്തിൽപ്പെട്ടവർക്ക് പ്രത്യേകം മണ്ഡലങ്ങൾ അനുവദിച്ചുകൊണ്ട് അതിന് അപ്പൊ തന്നെ രൂപം കൊണ്ട് മുസ്ലിം ലീഗിന്റെ നിവേദനമുണ്ടായിരുന്നു. ആ നിവേദനത്തിനെ ഉത്സാഹപൂർവ്വം അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള മതാടിസ്ഥാനത്തിലുള്ള വർഗീയമായ വിഭജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ബ്രിട്ടീഷ് ഭരണാധികാരികൾ തുടരുകയുണ്ടായി. അതിന് ദീർഘമായ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗ് സ്ഥാപിക്കാനും ഇത്തരത്തിൽ നിവേദനം കൊടുക്കാനും അവരെ പല ഘടകങ്ങൾ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വത്വബോധം അന്നും പ്രവർത്തിച്ചിട്ടുണ്ടാവാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടു കഴിഞ്ഞു. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യം ഉന്നയിച്ച ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, എന്നാൽ പോലും ആനുഷംഗികമായി പറയുകയാണ്, സിവിൽ സർവീസിൽ ഇന്ത്യക്കാർക്ക് വലിയ പ്രാതിനിധ്യമൊന്നും കിട്ടുന്നില്ല, അങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ബ്രിട്ടന്റെ മുമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യം ഉന്നയിക്കുന്നത്. അപ്പൊ ആ സമയത്തും ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്ക് തങ്ങൾ ദൃശ്യരാവുന്നില്ല, തങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ല എന്ന വേവലാതി ഉണ്ടായിരുന്നു, ആവലാതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ തങ്ങളുടെ പ്രശ്നം, മുസ്ലിങ്ങളുടെ പ്രശ്നം പറയാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് നല്ല തക്കമാണ്, നല്ല തരമാണ് എന്ന മട്ടിൽ വർഗീയാടിസ്ഥാനത്തിലുള്ള വിഭജനത്തെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങുന്നു. ഹിന്ദു മഹാസഭ ഉണ്ടാകുന്നു, തുടർന്ന് RSS ഉണ്ടാകുന്നു. ഇതെല്ലാം വെച്ചിട്ട് സാമ്രാജ്യത്വം ഇന്ത്യയിലെ ജനങ്ങളെ പല തട്ടുകളാക്കാൻ വേണ്ടി ശ്രമിച്ചു. 1905 ബംഗാൾ വിഭജനം വർഗീയമായ പരിഗണനകൾ കൂടി വെച്ചുകൊണ്ടായിരുന്നു. ബംഗാൾ ഒരു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളരെ കരുത്തുറ്റ ഒരു സമര നിരയായി, സമരപ്രദേശമായി ബംഗാൾ അങ്ങനെ നിൽക്കുമ്പോ ആ ബംഗാളിനെ വിഭജിച്ചുകൊണ്ട് ഈ മനുഷ്യവിരുദ്ധ ശക്തികൾ, പിന്തിരിപ്പൻ ശക്തികൾ അവരുടെ ആധിപത്യത്തിന് വേണ്ടി ചില പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ പ്രവർത്തനങ്ങൾ തന്നെ വിപരീതമായ ഫലം ഉണ്ടാക്കും. അപ്പൊ ബംഗാൾ വിഭജനം നമ്മൾ വിഭജിക്കപ്പെട്ടുകൂടാ എന്ന ബോധത്തോടുകൂടി വലിയ പ്രസ്ഥാനം രൂപം കൊള്ളാനാണ് വഴിവെച്ചത് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഭാഷയുടെ പേരിലും മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഭിന്നിപ്പിക്കുന്ന നയം സാമ്രാജ്യത്വം എല്ലാ കാലത്തും പിന്തുടർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ അതിന് ആവശ്യം പോലും ഉദാഹരണങ്ങളുള്ളതാണ്. നമ്മൾ ഒട്ടേറെ സ്കൂളിൽ തന്നെ ഇപ്പോഴത്തെ പാഠപുസ്തകങ്ങളിലൊക്കെ ഇത് തുടരുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ കാര്യം. BJP ഇപ്പം അതിന്റെ 3ാമത്തെ ടേമിലേക്ക് നീങ്ങുമ്പോൾ NCERTയുടെ പുസ്തകങ്ങളിലെല്ലാം ചരിത്രപരമായി വലിയ തിരുത്തലുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചരിത്രപരമായ വസ്തുതകൾ നമ്മുടെ പാഠപുസ്തകങ്ങൾ എത്രത്തോളം അവശേഷിക്കും, അവയെ എത്രത്തോളം നമുക്ക് സംരക്ഷിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകമായിട്ടൊരു വിഷയമാണ്. അത് നമുക്ക് പരിശോധിക്കേണ്ടി വരും. ഇന്ത്യയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള മതത്തെയും ജാതിയെയും ആസ്പദമാക്കിയിട്ടുള്ള വിഭജനം, ഭിന്നിപ്പിക്കൽ ജനങ്ങൾ ചരിത്രപരമായ കാരണങ്ങളാൽ ചില ജാതിയാണ്, ചില മതമാണെന്നൊക്കെ പരിഗണനയുണ്ടെങ്കിലും നമ്മൾ ഒന്നാണെന്നുള്ള ബോധമാണല്ലോ മനുഷ്യന് സാധാരണ എവിടെയും ഉണ്ടാവുക. അല്ലേ? ചെറുകാടിന്റെ നാടകത്തിന് അങ്ങനെ ഒരു പേര് വന്നത് യാദൃശ്ചികമായിട്ടില്ല, ഒരു നവലോകത്തെ കുറിച്ചുള്ള സമീപനത്തിന്റെയും കാഴ്ചപ്പാടിന്റെയും ഭാഗമാണ്. പലതും ഉണ്ടാവും. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ പോലും നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഒന്നാണ്. ഓരോ ഭാഷയും അവർക്ക് ഏറ്റവും മധുരമുള്ളതാണ്. ഒരുപാട് ഭാഷ അറിഞ്ഞുകൂടെങ്കിൽ പോലും 2 ഭാഷ അത്യാവശ്യം, മലയാളത്തോടൊപ്പം ഇംഗ്ലീഷ് അത്യാവശ്യം കൈകാര്യം ചെയ്തു, ഹിന്ദി അത്യാവശ്യം പറയുന്നു. ഈ ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ ചാരുതയുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും അവരുടെ മാതൃഭാഷയാണ് ഏറ്റവും മനോഹരമായ ഭാഷ, ഏറ്റവും മഹത്തായ ഭാഷ. കർണാടക ഇവിടെ നിന്ന് കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ തുളുവുണ്ട്, അല്ലേ?
ഉറുദു ഉണ്ട്, കൊങ്കണിയുണ്ട്, അങ്ങനെല്ലാം ഉണ്ട്. ഇത്രയധികം കേരളത്തിൽ ഇത്രയധികം ഭാഷകൾ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബാര, അങ്ങനെ എത്രയുണ്ട്, ഓർത്തോർത്ത് ഞാൻ പറയും. അതിൻ്റെ വളരെ ഈ ഭാഷയുടെയും പ്രദേശത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള സങ്കുചിതമായ സമീപനങ്ങൾ എത്ര അബദ്ധമാണെന്നുള്ളതിന്റെ വലിയൊരു പാഠം ഇവിടെ നിന്നുണ്ട്. എന്താ അത്? കന്നഡക്കാർ അഭിമാനപൂർവ്വം പറയുന്ന രാഷ്ട്രകവി ഗോവിന്ദപ്പൈ കാസർഗോഡുകാരനാണ്, ഇവിടെ ജനിച്ചത് അല്ലേ? അപ്പം ഭാഷയുടെ എല്ലാ അടിസ്ഥാനത്തിലുള്ള വിഭജനങ്ങൾ എത്രയോ പരിമിതികളുള്ളതാണ്. നമ്മൾ വരയ്ക്കുന്ന അതിർത്തികളെല്ലാം മറികടന്നിട്ട് നിൽക്കുകയാണ്. വൃക്ഷങ്ങളുടെ വേരുകൾ രാജ്യാതിർത്തികൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് ഭാഷ. എല്ലാ ഭാഷയും, ഓരോ ഭാഷയും മഹത്താണ്. ഫ്രഞ്ച് ഭാഷ പാവങ്ങൾ, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എഴുതപ്പെട്ട ഭാഷയല്ലേ? റഷ്യൻ ഭാഷ ടോൾസ്റ്റോയുടെയും ഡോസ്റ്റോയ്സ്കിയുടെയും ഷോളഖോവിന്റെയും പുഷ്കിന്റെയും ഭാഷയല്ലേ? മോശമാണോ? ഇതൊന്നും മഹത്താണ്. ഗ്രീക്ക് ഭാഷ, ഇംഗ്ലീഷ് ഭാഷ, ഷേക്സ്പിയറിന്റെയും ചാൾസ്കിന്റെയും ഭാഷ. അപ്പൊ അത് വിശദീകരിക്കുന്നില്ല ഞാൻ. ഈ വ്യത്യസ്തതകളെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആ വ്യത്യസ്തതകളെ അതിവർത്തിക്കുന്ന ഒരുമ, നമ്മൾ ഒന്ന് എന്ന ബോധം, ആ ബോധത്തെ ഭിന്നിപ്പിക്കാൻ സാമ്രാജ്യത്വം എന്ന് ശ്രമിച്ചിട്ടുണ്ട്, എന്നും ശ്രമിക്കും. ചൂഷക ശക്തികൾ എന്ന് ശ്രമിക്കും. ചൂഷകവർഗത്തിന്റെ തലപ്പത്തിരിക്കുകയാണ് സാമ്രാജ്യത്വം. അവർക്ക് മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മളിതെല്ലാം പറയുമ്പോൾ സാമ്രാജ്യത്വത്തിന്റെ, ചൂഷകവർഗത്തിന്റെ ഈ കുടില തന്ത്രത്തിന്റെ, ഹീനതന്ത്രത്തിന്റെ ഫലമായി ഗസയിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചാൽ, അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് നമ്മൾ നിശബ്ദത പാലിക്കണോ തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് സംസാരിക്കാൻ സമയമില്ല. കാര്യം നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. കാര്യം അവിടെ കൂട്ടക്കുരുതി തുടരുകയാണ്. ആരാണ് ആ കൂട്ടക്കുരുതിക്ക് പിന്നിൽ? നെതന്യാഹു എന്ന് പറയുന്ന യുദ്ധകുറ്റവാളി. യുദ്ധകുറ്റവാളി മാത്രമല്ല, ഈ യുദ്ധം നടത്തുന്നതിന്റെ പിന്നിൽ, ഗസയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് പിന്നിൽ, വെസ്റ്റ് ബാങ്കിനെതിരായിട്ട് ആക്രമണം നടത്തുന്നതിന്റെ പിന്നിൽ സയനിസ്റ്റ് ആധിപത്യ മനോഭാവമുണ്ട്. അതിനു പുറമെ സ്വന്തം തൊലി രക്ഷിക്കാനുള്ള കണക്കൂട്ടലുകളുമുണ്ട്. ഇസ്രയേലിലെ കോടതിയിൽ നെതന്യാഹുവിന്റെ കള്ളത്തരങ്ങളും കൊള്ളകളും അഴിമതിയും സംബന്ധിച്ച് നിലവിലുള്ള കേസ്, അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. ആ വിചാരണ വേണ്ട പോലെ നടന്നാൽ നെതന്യാഹു ജയിലിൽ പോകേണ്ടതാണ്. അപ്പൊ താൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഗസയെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റി സയനിസ്റ്റുകൾ പാലസ്തീൻ എന്ന ആശയത്തെ തന്നെ തുടച്ചു മാറ്റാനുള്ള പ്രവർത്തനം നടത്തുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയാണ് ഈ തെമ്മാടിത്തം കാണിക്കാൻ നെതന്യാഹുവിന് ചങ്കൂറ്റം കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രം, ആ ബ്രിട്ടീഷ് തന്ത്രമാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി പാലസ്തീൻ പ്രശ്നത്തിലും പ്രവർത്തിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ പാലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശം ബ്രിട്ടീഷ് മാൻഡേറ്റിന് കീഴിലാണ്. ബ്രിട്ടീഷുകാരാണ് ഈ പ്രദേശത്തിന്റെ ഭാവി കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ 1917 ബൽഫാർ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞു ബ്രിട്ടന്റെ ഭാഗത്ത് നിന്നുള്ള. അവിടെയാണ് ഈ പാലസ്തീനിൽ തന്നെ ജൂതന്മാർക്ക് വേണ്ടി ഒരു രാഷ്ട്രം നിർമ്മിച്ചു കൊടുക്കുക എന്ന ആശയം വരുന്നത്. ആ ആശയം ചർച്ച ചെയ്യുന്നതിന് മുമ്പിലും പുറകിലായിട്ട് ജൂതർക്ക് ഒരു രാഷ്ട്രം വേണം എന്ന ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ അർജന്റീന പോലുള്ള ഒരുപാട് ഭൂവിസ്തൃതിയുള്ള പ്രദേശങ്ങളിൽ എവിടെങ്കിലും ഈ ഇസ്രയേലായിട്ട് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജൂതരാഷ്ട്രം, അങ്ങനെ ലാറ്റിൻ അമേരിക്കയിൽ ഇവരെ പാർപ്പിക്കാൻ വേണ്ടത്തോളം സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഈ രാഷ്ട്രം സ്ഥാപിച്ചാലോ എന്ന ആലോചന നടന്നിട്ടുണ്ട് ഗൗരവമായി. പിന്നെ മറ്റൊരു ഭൂഖണ്ഡത്തിൽ മറ്റൊരു രാജ്യത്ത് ഒരുപാട് സ്ഥലം
ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടത്തോളം സ്ഥലമുണ്ടെന്ന് പറഞ്ഞൊരു ചർച്ചയും നടന്നിട്ടുണ്ട്. അത് ഏത് രാജ്യത്താണെന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആഫ്രിക്കയിലെ ഉഗണ്ട. അപ്പൊ ഇസ്രയേൽ ഉഗണ്ടയിലാകാമായിരുന്നു, ഇസ്രയേൽ അർജന്റീനയിലാകാമായിരുന്നു. അങ്ങനെല്ലാം ചർച്ച നടന്നിട്ടാണ്. പക്ഷേ അവിടെയാണ് സാമ്രാജ്യത്വത്തിന്റെ തന്ത്രം. എണ്ണസമ്പന്നമായ ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭൗമരാഷ്ട്രീയം ലോകത്തെ ഒറ്റനോട്ടത്തിൽ വിലയിരുത്തുമ്പോ ഈ മധ്യേഷ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. 3 ഭൂഖണ്ഡങ്ങളെ തൊട്ടുകിടക്കുന്നതാണ് മധ്യേഷ്യ: യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. അവിടെ ചുവടുറപ്പിക്കണം. അപ്പോ തന്റെ ഒരു കൂലിക്കല്ലുകാരനായിട്ടൊരു രാഷ്ട്രം, അമേരിക്കയുടെ ചിന്ത, സാമ്രാജ്യത്വത്തിന്റെ ചിന്ത, തങ്ങളുടെ കൂലിത്തല്ലുകാരനായിട്ടുള്ള രാഷ്ട്രം ഇവിടെ തന്നെ വരണം. മാത്രമല്ല പലതരം സംഘർഷങ്ങൾ ഉൽപ്പാദിപ്പിക്കാം. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ. അങ്ങനെയാണ് ഈ പാലസ്തീൻ മുറിച്ചെടുത്ത് ഇസ്രായേൽ സ്ഥാപിക്കുന്നത്. വംശീയമായും വർഗീയമായും സമൂഹത്തെ, രാഷ്ട്രീയത്തെ കലുഷിതമാക്കാൻ തങ്ങളുടെ ആധിപത്യം തന്ത്രപ്രധാനമായ ഈ ഭൂപ്രദേശത്ത് തങ്ങളുടെ ഒരു കയ്യാളായിട്ട് ഒരു ഗൂണ്ടാ രാഷ്ട്രം, അല്ലേ, എന്താ പറയേണ്ടത്, അതുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ആഗോളാടിസ്ഥാനത്തിൽ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പും പിളർപ്പും ഉണ്ടാക്കാൻ കൂടി ഈ രാഷ്ട്ര സ്ഥാപനവും ആ രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങളും പ്രയോജനപ്പെടണം. ഇപ്പൊ സാമ്രാജ്യത്വം, വർഗീയതകളും പിളർപ്പുകളും വിഭജനങ്ങളും ലോകത്ത് സൃഷ്ടിക്കാൻ എങ്ങനെ കരുനീക്കങ്ങൾ നടത്തുന്നു എന്നതിന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തെ ഉദാഹരണം മുതൽ അത് തുടർച്ചയായിട്ടുള്ള ഇന്ത്യ വിഭജനത്തെ കുറിച്ചൊന്നും ഞാൻ ഒന്നും പറഞ്ഞില്ല, ചർച്ച ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അന്ന് ഒഴികെ ചോരപ്പുഴകൾ ഇന്ന് ലോകത്ത് നിരന്തരം ചോര ഒലിപ്പിച്ചുകൊണ്ട് നിരന്തരം മരണ നിലവിളികൾ ഉയർത്തിക്കൊണ്ട് കഴിയുന്ന ഒരു ഭൂപ്രദേശമാണ് ഗസയും വെസ്റ്റ് ബാങ്ക്, പടിഞ്ഞാറേക്കര എന്ന് പറയുന്നത്. അതിൽ സാമ്രാജ്യത്വത്തിന്റെ നിലപാട് വളരെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഇതിന്റെ ചരിത്രത്തിലേക്ക്. ഇപ്പം ഇവിടുത്തെ കുറെ പത്രങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് പാലസ്തീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പാലസ്തീനെ കുറിച്ച് സംസാരിക്കാൻ ഇന്ത്യയിൽ തുറന്ന് സംസാരിക്കാനും ഇന്ത്യയിൽ കഴിയുന്ന കേരളത്തിൽ മാത്രമാണ്. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവും നിലപാടെടുത്തിട്ടുള്ളതാണ് പാലസ്തീൻ പ്രശ്നത്തിൽ. മഹാത്മാഗാന്ധിയുടെ 2 സന്ദർഭങ്ങളിലായിട്ട് മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ളത് ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതാണെന്നതുപോലെ, ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേതാണെന്നതുപോലെ പാലസ്തീൻ അറബികളുടേതാണ് എന്ന മഹാത്മാഗാന്ധിയുടെ പ്രസ്താവന. അവിടെയുള്ള ജ്യൂസ്, യഹൂദർ, അവരെന്ത് ചെയ്യണമെന്നുള്ളത് മഹാത്മാഗാന്ധി ചർച്ച ചെയ്യുന്നുണ്ട്. മഹാത്മാഗാന്ധി പറയുന്നത് ഇന്ത്യയിൽ വ്യത്യസ്ത മതത്തിലും എല്ലാം പെട്ടവർ ഒരുമിച്ച് ജീവിക്കുന്നത് പോലെ പാലസ്തീനിൽ യഹൂദന്മാർക്കും ജീവിക്കാം. അത് ഇസ്രയേലിൽ അറബികളും പാലസ്തീനികളും ഉണ്ടല്ലോ, ചെറുക്കറിഞ്ഞുകൂടാതെ 15% ഉണ്ട്. അപ്പം മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റുവും ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവും പാലസ്തീനൊപ്പമായിരുന്നു എന്ന്. അതാണിപ്പം പലരും കൈയൊഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ എന്ത് പ്രതികരണമുണ്ടാകും നമ്മൾ പാലസ്തീനോട് ഐക്യദാർഢ്യമുള്ളവരാണെന്ന് പറഞ്ഞാൽ എന്ന ചിന്ത വിഷലിപ്തമായ വർഗീയതയുടെയും ഇസ്ലാമോഫോബിയുടെയും ഇസ്ലാം വിരുദ്ധ രാഷ്ട്രീയം, ഇസ്ലാമിൽപ്പെട്ടവരെല്ലാം കുറ്റവാളികളാണെന്ന് ചിത്രീകരിക്കുന്ന രാഷ്ട്രീയം ഇത് പ്രബലമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, ഇന്ത്യയിൽ പോലും. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ പൊതുവിൽ
ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിൽ ഇത് ബാധകമാണ്. ഇപ്പൊ ഒഡീഷയിൽ ആക്രമണം നടന്നിരിക്കുന്നു. ഗ്രഹാം സ്റ്റെയിൻസ് കൊല ചെയ്യപ്പെട്ടത് ഒഡീഷയിലാണ്. കണ്ടഹാറിലും മറ്റും വലിയ അതിക്രമങ്ങൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ക്രിസ്തുമത വിശ്വാസികൾക്കെതിരായി ഉണ്ടായി. അപ്പം അവിടുന്ന് ആട്ടിയോടിക്കപ്പെട്ടവർ ആശ്രയം അന്വേഷിച്ച് അവിടെല്ലാം വലിയ സ്വാധീനമുള്ള പല പാർട്ടികളുമായി ബന്ധപ്പെടാൻ നോക്കിയപ്പോ അവരെല്ലാം വാതിൽ അടച്ചു കളഞ്ഞു. ബജ്രംഗ് ദളിന്റെയും RSSന്റെയും സംഘപരിവാറിന്റെയും കൊലവിളി, കൊലപ്പെടുത്തലുകൾ, മക്കളും കുഞ്ഞുങ്ങളും വൃദ്ധരുമൊക്കെ കൊല ചെയ്യപ്പെടുന്നു, സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെടുന്നു, പുരോഹിത വിഭാഗത്തിൽപ്പെട്ടവർ അടക്കം കയ്യേറ്റം ചെയ്യപ്പെടുന്നു. അന്ന് ഇങ്ങനെ സാമൂഹ്യ മാധ്യമത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരു നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാവും. ഒഡീഷയിലെ CPIMന്റെ ഓഫീസിലാണ് ഒരു കൂട്ടം ക്രിസ്തുവിന്റെ അനുയായികൾ അവസാനം അഭയസ്ഥലമായി കണ്ടത്. അത് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഈ പലതും വന്നിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്. അതിലൊരു രംഗമുണ്ട്. ഞായറാഴ്ചയായപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കണം. ഓരോരുത്തർക്ക് അവരുടേതായ പ്രാർത്ഥനാ രീതികളുണ്ടല്ലോ. പള്ളി പോകാൻ ഇല്ല, പള്ളിയെല്ലാം കത്തിച്ചു കളഞ്ഞു. അവര് അഭയാർത്ഥികളായിട്ട് പാർട്ടി ഓഫീസ് താമസിക്കുകയാണ്. എന്ത് ചെയ്യും? ഇവിടെ പാർട്ടി ഓഫീസിൽ മാർക്സിന്റെയും എംഗൽസിന്റെയും EMSന്റെയും ജ്യോതിവാസിന്റെ ഒക്കെ ചിത്രങ്ങളുള്ള മുറിയിൽ ഒടുവിൽ അവർ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചത് ഈ വീഡിയോയിൽ അന്ന് മുമ്പ് പ്രചരിച്ചിരുന്നു. കണ്ടവരുണ്ടാവും ഒരു പക്ഷേ. ഇവിടെ ഞാനും കാണുകയും അതിനെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നത് സംസ്കാര സമ്പന്നമായ ഏത് സമൂഹത്തിന്റെയും സ്വഭാവമാണ്. ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കണം, സംരക്ഷിക്കണം. അവർക്ക് ഒരു അന്യതാബോധം ഉണ്ടാവരുത്. പക്ഷെ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുമ്പോൾ അതിനെതിരായി സംസാരിച്ചാൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചു എന്ന ആക്ഷേപം നമുക്ക് നേരെ വന്ന് നമ്മുടെ വോട്ടുവല്ലവും പോകുമോ? ഭൂരിപക്ഷം. കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വേറെ സാമ്രാജ്യത്വങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ വർഗീയതയും വിഭജനവാദവും അത് ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ പരസ്യമായി ന്യായീകരിക്കാൻ ഉളുപ്പില്ലാത്ത വിധത്തിൽ സമൂഹത്തിൽ ഒരു പരിധിവരെ ചില മേഖലകളിൽ പ്രാബല്യം നേടിയിരിക്കുന്നു. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്നത് ഇവിടെ നടക്കുന്ന ഈ പോരാട്ടം 80%വും 20%വും തമ്മിലാണ്. ആര് ജയിക്കുന്നത് നോക്കാം. എവിടുന്നാണ് ഈ 80%, 20% വരുന്നത്? അവിടെ 20%മാണ് ന്യൂനപക്ഷം. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നുകൊണ്ടാണ്. അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയല്ലേ പറഞ്ഞത് ഭൂരിപക്ഷത്തിന്റെ ആൾക്കെതിരായിട്ടുള്ള ഇംപീച്ച്മെന്റ് നോട്ടീസും ഒന്നും അംഗീകരിക്കപ്പെടുന്നില്ല. അപ്പൊ ഇങ്ങനൊരു സ്ഥിതി സൃഷ്ടിക്കപ്പെടുന്നു. പാലസ്തീനുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോഴും ആ സ്ഥിതിയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ അവസ്ഥ, നാം ജീവിക്കുന്ന സമൂഹത്തിന്റെ അവസ്ഥയോർത്ത് നമ്മൾ സങ്കടപ്പെടണം. കാരണം പാലസ്തീൻ അനുകൂലമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. കാര്യം അത് സമൂഹം പൊതുവിൽ അംഗീകരിക്കുന്നില്ല. പാലസ്തീന്റെ ചരിത്രം പഠിക്കണം. 1948 ഇസ്രയേൽ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഭൂപടം എടുത്തു നോക്കിയാൽ ആ പ്രദേശത്ത് നിങ്ങൾ എന്താ കാണുക? പാലസ്തീൻ എന്ന് മാത്രമേ അവിടെ കാണാനുള്ളൂ. ഇസ്രയേലിന്റെ മക്കളാണ് എന്ന് അവകാശപ്പെടുന്ന എബ്രഹാമിന്റെ എല്ലാം പാരമ്പര്യം പറയുന്നവർ അവരുടെ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ അവരെ എവിടുന്നാ വരുന്നത്? കൽദായ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. കൽദായ എവിടെയാ? ഈ പാലസ്തീന്റെ അടുത്ത് എവിടെയെങ്കിലും ആണോ? ഇറാഖിൽ. നെതന്യാഹുവൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ നമ്മൾ പല വെളിയിലുമുണ്ട്. ഇത് ഞങ്ങളുടേതാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് ഓൾഡ് ടെസ്റ്റ്മെന്റിലുണ്ട്. എബ്രഹാം പിതാവ് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്കറിയാം, വേറെ ന്യായമൊന്നും പറയണ്ട, ഇത് ഞങ്ങളുടേതാണ്, മറ്റുള്ളവർ മര്യാദയ്ക്ക് നിന്നുകൊണ്ടുള്ളതാണ്. ഇതാണ് ഹരിദ്വാറിൽ ധർമ്മ സംസ്ഥാൻ, ധർമ്മ സൻസദ്. ധർമ്മ എന്ന് പറഞ്ഞാൽ മതം, സൻസദ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ്.
ഡൽഹിയിൽ പാർലമെന്റ് സ്ട്രീറ്റ് ഉണ്ട്. അവിടെ ബോർഡിൽ ഹിന്ദിയിൽ എഴുതി വെച്ചിരിക്കുന്നത് സൻസദ് സടക്കുന്നു, സൻസദ് മാർഗ് എന്നാണ്. സൻസദ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ്, ധർമ്മ എന്ന് പറഞ്ഞാൽ മതം. മത പാർലമെന്റ് ആക്രോശമല്ലേ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ജനോസൈഡ് വാച്ച് എന്ന് പറയുന്ന ഒരു ആഗോള അനൗപചാരിക സംഘം, NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫസർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, ജനോസൈഡ് വാച്ച് എന്ന് നിങ്ങൾക്കെല്ലാം സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്നവരാണല്ലോ എല്ലാവരും, നോക്കിക്കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഒരു ജനസൈഡിലേക്ക് നീങ്ങുകയാണ്. ലോകത്തെ പല ജനസൈഡുകളും പ്രവചിച്ചവരാണ് ഈ പ്രൊഫസർമാരും പണ്ഡിതന്മാരും ഗവേഷകരും ഒക്കെ അടങ്ങുന്ന സംഘം. ഇത്തരത്തിൽ സാമ്രാജ്യത്വ ചൂഷകവർഗ ശക്തികൾ സ്വന്തം മേധാവിത്വം നിലനിർത്താൻ വേണ്ടി പലതരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും വംശീയാടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ, കുടിയേറ്റ വിരുദ്ധതയുടെ പേരിൽ സംസാരിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, എന്നു മുതലുള്ള കുടിയേറ്റമാണ് ശരിയല്ല എന്ന് നിങ്ങൾ പറയുന്നത്? മനുഷ്യരാശി ഉണ്ടായത് കുടിയേറ്റത്തിലൂടെയല്ലേ? അപ്പൊ കുടിയേറ്റത്തെ സംബന്ധിച്ച് നിയന്ത്രണമൊന്നും പാടുമെന്നാണോ ഞാൻ പറയുന്നത്? ഒരിക്കലുമല്ല. കുടിയേറ്റത്തെ സംബന്ധിച്ച് വ്യവസ്ഥകൾ ഉണ്ടാവണം, നിയമങ്ങൾ ഉണ്ടാവണം, വിസാ ചട്ടങ്ങൾ ഉണ്ടാവണം. പക്ഷെ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ചട്ടം വേണ്ട. എവിടെയാ ചട്ടം വേണ്ടാത്തത്? ഇന്റർനാഷണൽ ഫൈനാൻസ് ക്യാപിറ്റൽ, ധനമൂലധനം, അതിനൊരു തടസ്സവും ഉണ്ടായിക്കൂടാ സഞ്ചാരത്തിന്. ധനമൂലധനത്തിന് സഞ്ചരിക്കാൻ വിസ വേണ്ട. ഏത് രാജ്യത്തും എപ്പോ വേണമെങ്കിലും കടന്നുചെല്ലാം, ഏത് രാജ്യത്തു നിന്നും എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോവാം. നിക്ഷേപിച്ച തുക പിൻവലിക്കാം, ഇഷ്ടം പോലെ നിക്ഷേപിക്കാം. ഈ സ്വാതന്ത്ര്യം വേണം. ഇപ്പം ജീവനോ ശ്വാസോച്ഛ്വാസമോ ഒന്നുമില്ലാത്ത പണത്തിന് സ്വതന്ത്രമായി സഞ്ചരിക്കാം. പക്ഷെ മനുഷ്യന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റില്ല. മനുഷ്യന് പരിഗണനയില്ല, പണത്തിന് പരിഗണന. പണത്തിന് എന്തുവാകാം, ഇതാണ് ചൂഷണ വ്യവസ്ഥ. ആ പണത്തിന് എന്തുവാകാം എന്ന സ്ഥിതിയെ, ചൂഷണ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ജാതിയെയും മതത്തെയും പലതരത്തിലുള്ള വിഭജനത്തിനുള്ള സ്വത്വവാദങ്ങളെയും ഒക്കെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പാലസ്തീനെ കുറിച്ച് പറഞ്ഞു. ലോകത്തിന്റെ ഹൃദയത്തിന് ഏറ്റ നീറുന്ന മുറിവായിട്ടാണ് പാലസ്തീൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, വിശേഷിച്ച് ഗാസ. അവിടെ ഇന്ന് ഹമാസ് അവർ ഭീകരരാണ് എന്നാണ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത്. സ്ഫോടന പരമ്പരകൾ സൃഷ്ടിക്കുകയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ, സായുധാക്രമണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ഈ ഹമാസിനെ ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായും സൈനികമായും എല്ലാം സഹായിച്ചത് ഇസ്രയേലിന്റെ മൊസാദും IDF-ഉമാണ്, ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സുമാണ്. സിഐയും അറിഞ്ഞുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തിനാ ചെയ്തത്? അതാണ് ചരിത്രം. എന്തിനാ ചെയ്തത്? SR അറഫത്ത് നയിക്കുന്ന ഫത്ത, അത് പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ഫത്ത. PLO എന്ന് പറഞ്ഞാൽ പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, പാലസ്തീൻ വിമോചന സംഘടന. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. പാലസ്തീനിലെ കമ്മ്യൂണിസ്റ്റുകാരെ PLO പ്രവർത്തിച്ചിട്ടുണ്ട്. മറ്റിടതുപക്ഷ വിഭാഗങ്ങളുണ്ട്. അതിലെ പ്രബല ശക്തി ഒരു മതേതര രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്ന SR അറാഫത്താണ്. ആ ഫത്ത, SR അറാഫത്തിന്റെ ഫത്ത ദുർബലപ്പെടണം. അതിന് പാലസ്തീനികൾക്കിടയിൽ തീവ്രവാദപരമായ സമീപനം എടുക്കുന്ന ഈ ഹമാസ് 1987
ഈ ഹമാസ് എന്ന രൂപത്തിൽ ഒരു സായുധ പ്രസ്ഥാനമായിട്ട് രൂപം കൊള്ളുന്നത്. ആ ഘട്ടത്തിൽ മൊസാദ് ഇവരെ സഹായിച്ചു. ഇത് ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഭീകരവാദ സംഘടനകളായിട്ടുള്ള അൽ-ഖ്വയ്ദയ്ക്ക്, താലിബാന് ഒക്കെ ബാധകമാണ്. അൽ-ഖ്വയ്ദയും താലിബാനെയും സൃഷ്ടിച്ചത് സാമ്രാജ്യത്വമാണ്. അതിനുള്ള എല്ലാ തെളിവുകളുമുണ്ട്. അപ്പൊ വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ നിർമ്മിച്ച് വളർത്തി ലോകത്ത് നാശം വിതയ്ക്കാൻ വിടുന്നവരാണ് സാമ്രാജ്യത്വം. കാരണം സാമ്രാജ്യത്വത്തിന്റെ ആധിപത്യം തുടരണം ലോകത്ത്. സാമ്രാജ്യാധിപത്യത്തിന് വെല്ലുവിളി മുഴക്കുന്ന രൂപത്തിൽ അഫ്ഗാനിസ്ഥാനിൽ ഒരു പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. അവർ ഭൂരിപക്ഷം നടപ്പാക്കാൻ തുടങ്ങി. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ തുടങ്ങി. നിരക്ഷരത തുടച്ചു മാറ്റാൻ തുടങ്ങി. സാംസ്കാരികമായ വലിയ മുന്നേറ്റം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായി. അപ്പൊ അമേരിക്കയ്ക്ക് മനസ്സിലായി ഇത് അപകടമാണ്. അഫ്ഗാനിസ്ഥാൻ, മുസ്ലിം രാഷ്ട്രമായ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ പുരോഗമനത്തിന്റെ, മതേതരത്വത്തിന്റെ, ജനാധിപത്യത്തിന്റെ ഒക്കെ പാതയിലൂടെ മുന്നോട്ട് പോയാൽ മറ്റ് അറബ് രാജ്യങ്ങളിൽ ഇതിന്റെ സ്വാധീനം ഉണ്ടാവും. അതുകൊണ്ട് അത് നശിപ്പിച്ചേ പറ്റൂ ഉടനടി. അങ്ങനെയാണ് തീവ്രവാദ സംഘടനകളെ അവിടെ സൃഷ്ടിക്കുന്നതിന് CIA-യും നാറ്റോയും അവരുടെ സഹായികളും വന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് അൽ-ഖ്വയ്ദയാണെങ്കിലും താലിബാൻ ആണെങ്കിലും അത്തരത്തിലുള്ള നാനാ ഭീകരവാദ സംഘടനകളാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിച്ചത് ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. 1980-കളിലാണ്. 80-കളുടെ അവസാനത്തോടുകൂടിയാണ് കിഴക്കൻ യൂറോപ്പിലും സോവിയറ്റ് യൂണിയനിലും ശിഥിലീകരണം ഉണ്ടാവുന്നത്. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. അവിടങ്ങളിലും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനാധിപത്യവും സ്വാതന്ത്ര്യവും കാസൂക്ഷിക്കാൻ ശ്രമിക്കുന്നവർക്ക് സാമ്രാജ്യത്വം എത്ര വലിയ ഭീഷണിയാണോ അതുപോലെ തന്നെയാണ് സാമ്രാജ്യത്വത്തിന്റെ സൃഷ്ടിയായ, അല്ലെങ്കിൽ സാമ്രാജ്യത്വം വെള്ളവും വളവും ഇട്ട് വളർത്തുന്ന ഈ വർഗീയതയുടെ വിഷച്ചെടികൾ, ചെടികളല്ല വിഷവൃക്ഷങ്ങൾ, അവയും സമാധാനത്തിലും സമത്വത്തിലും ജീവിക്കുന്ന മനുഷ്യരുടെ ഭാവിക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ്. ഇത് രണ്ടും തമ്മിൽ നാഭീനാള ബന്ധമുണ്ട്. സാമ്രാജ്യത്വത്തിനെതിരാണെന്നുള്ള മട്ടിൽ ചില തീവ്രവാദികൾ സംസാരിക്കും. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ ആത്യന്തികമായി സാമ്രാജ്യത്വ ചൂഷണ വ്യവസ്ഥയ്ക്കാണ് സഹായകമായി തീരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ എത്ര മണിയായി? 12. അരമണിക്കൂർ സംസാരിച്ചാൽ മതി എന്നാണ്. ഇപ്പൊ 45 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞു. അപ്പം ഈ വിഷയത്തിൽ പരാമർശിക്കാതെ പോയ ഒട്ടേറെ ഭാഗങ്ങളുണ്ട്. ഒരു കാര്യം കൂടി പറയേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. വർഗീയതയും സംഘർഷങ്ങളും അതിർത്തി തർക്കങ്ങളും യുദ്ധങ്ങളും, വർഗീയതയുടെ അടിസ്ഥാനത്തിൽ കൂടി അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകും, യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം നിലനിർത്തേണ്ടത് ചൂഷകവർഗത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും നിലനിൽപ്പിനും അവരുടെ കുടില നീക്കങ്ങൾ ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ അതിനും ആവശ്യമാണ് അതിർത്തി തർക്കങ്ങൾ, സംഘർഷങ്ങൾ, യുദ്ധത്തിന്റെ അന്തരീക്ഷം. കാരണം അമേരിക്കൻ സമ്പദ്ഘടനയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ അമേരിക്കൻ സമ്പദ്ഘടനയിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന വ്യവസായം യുദ്ധോപകരണ നിർമ്മാണ വ്യവസായമാണ്. അപ്പോ ഈ യുദ്ധോപകരണ നിർമ്മാണ വ്യവസായം ശക്തിപ്പെടണമെങ്കിൽ ലോകത്ത് സംഘർഷങ്ങൾ ഉണ്ടാവണം, യുദ്ധങ്ങൾ ഉണ്ടാവണം. ഇത് ആർട്ട് ബുച്ച്വാൾ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ടായിരുന്നു, മരിച്ചുപോയി അദ്ദേഹം. ആർട്ട് ബുച്ച്വാൾ നമ്മുടെ VKN ഈ എഡിറ്റ് പേജിൽ വളരെ ഒരു 4-5 പാരഗ്രാഫുകൾ മാത്രം ദൈർഘ്യമുള്ള രസികൻ രചനകൾ നടത്തി നമ്മൾ
വായിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ VK-ന്റെ വലിയ പ്രചോദനം ഈ ആർട്ട് ബുച്ച്വാൾഡാണ്. പരമരസികനാണ് ഈ ആർട്ട് ബുച്ച്വാൾഡ്. വളരെ ചിന്തോദ്ദീപകമായ കാര്യങ്ങൾ ആർട്ട് ബുച്ച്വാൾഡ് പറയും, എഴുതും. അദ്ദേഹം മരിച്ചു, കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിന് സിൻഡിക്കേറ്റഡ് കോളമാണ്. അദ്ദേഹം എഴുതുന്നത് ഒരു രാജ്യത്ത് 1-2 പത്രത്തിന് പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം അനുമതി കൊടുക്കും. അതിന് ചില്ലറ പൈസ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഇന്ത്യയിൽ ഹിന്ദുവും ഹൈദരാബാദിൽ നിറയിക്കൊണ്ടിരിക്കുന്ന ഡെക്കാൻ ക്രോണിക്കിളുമാണ് അദ്ദേഹത്തിന്റെ ഈ ആഴ്ചയിൽ 1 എന്ന തോതിലുള്ള രചനകൾ. അതിൽ ഒന്ന് മാത്രം ഞാൻ പറയാം. അതിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. പെന്റഗൺ അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയം നിൽക്കുന്ന സ്ഥലമാണ് പെന്റഗൺ. മറ്റേ ട്വിൻ ടവേഴ്സ് എല്ലാം വിമാനം കൊണ്ടിടിച്ച് വീഴ്ത്തിയപ്പോ വേറൊരു വിമാനം പോയി ഇടിച്ചത് ഈ പെന്റഗണിന്റെ ഒരു ഭാഗത്ത് പോയിട്ട് ഇടിച്ച് തകർക്കുകയുണ്ടായി. അന്ന് പെന്റഗണിനെ കുറിച്ച് വന്നിരുന്നു. അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയം. അവിടെ വഴിയുണ്ട്. അപ്പൊ ആർട്ട് ബുച്ച്വാൾഡ് ഈ ആയുധ വ്യാപാരികളെ ഈ പെന്റഗൺ തെരുവിൽ ഇരുവശത്തും ഇരിക്കുന്ന വഴിയോര കച്ചവടക്കാരായിട്ടാണ് തന്റെ രചനയിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഒരു 3-4 ലോക രാജ്യത്തിലെ ഭരണാധികാരി ഈ വഴി കൊണ്ട് നടന്നു വരികയാണ്. അപ്പം ഒരു ആയുധ കച്ചവടക്കാരൻ, അമേരിക്കയിലെ ആയുധ കച്ചവടക്കാരൻ വിളിക്കുന്നു, 1 മിനിറ്റ് വന്നിട്ട് പോകും. അവ ചെല്ലും, എന്താന്ന് ചോദിക്കും. നിങ്ങളുടെ രാജ്യത്തിന് പറ്റിയ, നിങ്ങളുടെ അയൽ രാജ്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് ഇതാണ്ട്, ഇത് കണ്ടോ, അതിന്റെ ഗുണഗണങ്ങളൊക്കെ വിശേഷം. ഞങ്ങൾക്ക് കമ്മി ബഡ്ജറ്റാണ്, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ തന്നെ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തോളാം, ഇവിടെ നിന്ന് ഒപ്പിട്ടാൽ മതി, 10-15 വർഷമായിട്ട് നിങ്ങൾ അടച്ചു തീർത്താൽ മതി. അപ്പം രാജ്യത്തിന്റെ പോക്കറ്റിൽ നിന്നൊരു പൈസയും കൊടുക്കണ്ട. ചില കച്ചവടം അങ്ങനെ ഉണ്ടല്ലോ, ബുക്ക് ട്രാൻസ്ഫർ. അപ്പം ഈ ഭരണാധികാരി ഒപ്പിട്ട് കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹം സഞ്ചിയിൽ ഈ ആയുധവും തൂക്കി പോകുന്നതായിട്ടാണ്. കാര്യം അങ്ങനെ കൊണ്ടുപോകുന്ന ആയുധമാണ്. പുള്ളിയുടെ ഈ നർമ്മരസികത്വം പറഞ്ഞ എഴുത്താണ്. അപ്പോൾ അതാ വരുന്നു, ഇപ്പൊ ഈ കച്ചവടം നടത്തിയ രാജ്യത്തിന്റെ അയൽ രാജ്യത്തിലെ ഭരണാധികാരി വരികയാണ്. ശബ്ദം വെച്ച് വിളിക്കുന്നു. തന്റെ അയൽക്കാരൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ള ആയുധം എന്താന്ന് വല്ല പിടിയുണ്ടോ? എന്താ ചോദിക്ക, നിങ്ങൾ ഭസ്മമായി പോവും ആയുധം വെച്ച്. എന്താ ചെയ്യുക? ഒരു പ്രശ്നവുമില്ല. ഈ സംഭവങ്ങൾ കണ്ടോ, ഈ സംഭവങ്ങൾ നിങ്ങളുടെ കൈവശം, നിങ്ങളുടെ ആയുധ ശേഖരത്തിലുണ്ടെങ്കിൽ പിന്നെ അവൻ അനങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക്. അങ്ങനെയാണ്. പക്ഷേ പൈസയ്ക്ക് മുട്ടാണല്ലോ. ഈ ബുക്കിനകത്ത് ഒപ്പിട്ടാൽ മതി, മറ്റേ വ്യവസ്ഥ, ബുക്ക് ട്രാൻസ്ഫർ, ഭാവി നിങ്ങൾ അടച്ചു തീർത്താൽ മതി. ഇതൊരു അദ്ദേഹത്തിന്റെ, ഇതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്നിപ്പോ ജീവിച്ചിരിപ്പില്ല, ആർട്ട് ബുച്ച്വാൾഡ്. സമീപകാലത്ത് ട്രംപ് സ്വീകരിച്ച ഏതെങ്കിലും ഒരു നയവുമായി ഈ ആർട്ട് ബുച്ച്വാൾഡിന്റെ കഥയ്ക്ക് വല്ല സാമ്യവും നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്കൊരു ക്വിസാണ്, നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പത്രമൊക്കെ വായിച്ച് ഇവിടുത്തെ ബുദ്ധിജീവികളാണല്ലോ. പാകിസ്ഥാൻ ഉത്തരത്തിന്റെ ഒരു ശരിയായ ഭാഗം തന്നെയാണ്. അത് മാത്രമല്ല, അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള വേറൊരു കാര്യമുണ്ട്. ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു, ഒരു കാര്യമല്ല, പല കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. ഈ പ്രദേശത്തുകാരനായിട്ടുള്ള TV ചന്ദ്രന്റെ സിനിമയുണ്ടല്ലോ, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം ഈ ട്രംപിന്റെ ഭീഷണികളിൽ ഒന്ന്, നിങ്ങൾ റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നു. എണ്ണ മാത്രമല്ല, ആയുധം വാങ്ങുന്നു. പാടില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ക്വിസ് പോലെ ചോദിച്ചപ്പോ ആദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഇതുമല്ല. പാകിസ്ഥാന്റെ കാര്യവും ശരിയാണ്, അതും വന്നില്ല. റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നു എന്ന് പറഞ്ഞതും വന്നില്ല. എന്റെ മനസ്സിലുണ്ടായ ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് നാറ്റോ രാജ്യങ്ങളുടെ ഹേഗിൽ വെച്ച് അതിന്റെ ഉച്ചകോടി നടക്കുകയായിരുന്നു. അപ്പൊ അതിൽ പോവില്ല ട്രംപ് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് അയാള്. കാര്യം നാറ്റോ എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിലൊക്കെയുള്ള തർക്കങ്ങളൊന്നും ഇടപെടാനൊന്നും എന്നെ കിട്ടില്ല. നിങ്ങൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്തു. അങ്ങനെ ഒരു നിലപാടാണ് ട്രംപ് എടുത്തത്.
അതിന്റെ പിന്നിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടണമെന്നുള്ള ഒരു ചിന്തയും ഉണ്ട് കേട്ടോ. ഈ വർത്തമാനം പറയുന്നതിന് യുദ്ധം ഞാൻ ഇടപെട്ട് നിർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പാകിസ്ഥാന്റെ അടുത്തുനിന്നും വൈറ്റ് ഹൗസിൽ നിന്ന് നേരിട്ട് തന്നെ അപേക്ഷ അയച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ പത്മശ്രീ കിട്ടാൻ ആൾക്ക് നേരിട്ട് അപേക്ഷിക്കാം. അങ്ങനെയാണ് നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള പരിഷ്കാരമാണ്. ഇതുവരെ മറ്റുള്ളവരാണ് പറയേണ്ടത്. കണ്ണൻ പെരുവണ്ണാന് കൊടുക്കൂ, അല്ലെങ്കിൽ ബാലമുരളികൃഷ്ണയ്ക്ക് കൊടുക്കൂ, യേശുദാസിന് കൊടുക്കൂ എന്നൊക്കെ ബാക്കിയുള്ളവർ പറയുകയാണ്. ഇപ്പൊ ആളുകൾ നാണം കെടുത്തുകയാണ്. നിങ്ങൾ തന്നെ അപേക്ഷിക്കണമെന്നാണ് മോഡി പറയുന്നത്. ആ മോഡിയുടെ അളിയനെയാണ് ട്രംപും തെളിയിച്ചുകൊണ്ട് വൈറ്റ് ഹൗസിൽ നിന്ന് നേരിട്ട് പുള്ളി പറയുകയാണ് എനിക്ക് നോബൽ സമ്മാനം തരണമെന്ന്. പാകിസ്ഥാനും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചർച്ച നടക്കുന്നതിനിടയ്ക്ക് നാറ്റോയുടെ ഉച്ചകോടി ഹേഗിൽ നടക്കുന്നത് സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ ട്രംപ് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ അതിനൊന്നും വരില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു, നിങ്ങൾ കാശ് മുടക്കിയോ, എനിക്ക് അതിനൊന്നും വരാൻ പറ്റില്ല. അപ്പം അതിന്റെ സൈനിക കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന വിദ്വാൻ വൈറ്റ് ഹൗസിൽ പോയി ട്രംപിനെ കാണാൻ. എന്നിട്ട് നമുക്ക് കിട്ടിയ പല വഴിയിൽ ഇങ്ങനെ വരുമല്ലോ. ആദ്യം ട്രംപിന് ഏറ്റവും ഇഷ്ടം പുള്ളിയെ പൊഴുത്തലാണ്. എല്ലാം പൊഴുത്തിട്ട് പറഞ്ഞു നിങ്ങൾ വന്നാൽ മാത്രമേ ഈ നാറ്റോയൊക്കെ ശക്തിപ്പെടുത്തി, നാറ്റോ ശക്തിപ്പെട്ടാലേ ലോക സമാധാനം നിലനിൽക്കൂ. അങ്ങനെയുണ്ടല്ലോ ഒരു സിദ്ധാന്തം. അപ്പൊ ട്രംപ് പറഞ്ഞു ഞാൻ വരാം, പക്ഷേ നിങ്ങൾ യൂറോപ്പിലുള്ള നാറ്റോ രാജ്യങ്ങൾ നിങ്ങളെല്ലാം നിങ്ങളുടെ പ്രതിരോധ ബഡ്ജറ്റ് എത്രയാ 5% ഉയർത്തണം. ഈ രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ബഡ്ജറ്റ് 1.5, 2 കൂടിപ്പോയ 2.5 അങ്ങനെയാണ്, ആ റേഞ്ചിലാണ്. ഇരട്ടിയിലധികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ GDP-യുടെ 5% നിങ്ങൾ ഡിഫൻസ് ബഡ്ജറ്റ് എന്നാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. ട്രംപ് അവരംഗീകരിച്ചു. അപ്പൊ ഇയാൾ പോയി, ഹേഗിലേക്ക് പോയി, പങ്കെടുത്തു. അപ്പൊ ഈ ഡിഫൻസ് ബഡ്ജറ്റ് 5% വർദ്ധിപ്പിച്ചാൽ അമേരിക്കയിൽ നിന്ന് വാങ്ങണമെന്നുള്ളത് അനുക്ത സിദ്ധം. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. വേറെ ഇടത്തൊന്നും വാങ്ങാൻ പറ്റത്തില്ല. വേണേ ഇസ്രായേലിൽ നിന്ന് വാങ്ങാൻ സമ്മതിക്കും. അപ്പൊ ഇത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ഓരോ രാജ്യവും ആയുധങ്ങൾ കുന്നുകൂട്ടി വെച്ച് അയൽ രാജ്യത്തെ ശത്രുവാണെന്ന് കണ്ടുകൊണ്ട് അയൽ രാജ്യത്തെ നേരിടാൻ നിൽക്കുക. ഇപ്പൊ ഇന്ത്യയെ കൊണ്ട് ആയുധം വാങ്ങിപ്പിക്കുന്നു. സഖാവ് പറഞ്ഞ പോലെ പാകിസ്ഥാനും കൊടുക്കുന്നില്ല ആയുധവും. ചില ആയുധങ്ങൾ ഇന്ത്യക്ക് തരാത്ത കൂടുതൽ ആധുനികമായ ആയുധങ്ങളാണ് പാകിസ്ഥാന് കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നു, മനുഷ്യനെ രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുന്നു, വർഗീയമായ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. ഈ ഭിന്നിക്കുന്നവർക്ക് പരസ്പരം വെടിവെക്കാനുള്ള ആയുധം അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ട് എന്ന് പറയുന്നു. രാജ്യങ്ങളോടും ആളുകളോടും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു, തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ സാമ്രാജ്യത്വവും വർഗീയതയോടെ വംശീയത എന്നെല്ലാം അർത്ഥത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനുള്ള വ്യത്യസ്ത പ്രതിഭാസങ്ങൾ എന്ന തരത്തിൽ വികസിപ്പിച്ച് വായിക്കണം. വർഗീയത എന്ന് മാത്രം, കമ്മ്യൂണലിസം എന്ന് മാത്രം പറഞ്ഞുകൂടാ, അതിൽ കൂടുതലുണ്ട്. അതെല്ലാം പക്ഷെ വർഗീയത എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു ചർച്ച നമ്മുടെ ഏതെങ്കിലും പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് വളരെ പ്രധാനമാണ്. പക്ഷെ അതിൽ കൂടുതൽ ആളുകളുടെ ബോധത്തിലേക്ക് എത്തണം. എന്തുകൊണ്ട് പാലസ്തീൻ ഇങ്ങനെ രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നു? പഹൽഗാമിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായി പ്രശ്നമുണ്ടായി, ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ 98 മണിക്കൂറോ അങ്ങുണ്ടായപ്പോൾ പുള്ളി പറയുകയാണ് സീസ് ഫയർ, യുദ്ധത്തിലേക്ക് നീങ്ങരുത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെന്ന് നമ്മുടെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. കാര്യം യുദ്ധം വഴിയല്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ സമീപനം. അപ്പൊ നമുക്ക് വേണേ പറയാം നമ്മുടെ പാർട്ടിയുടെ സമീപനം നടപ്പാക്കാൻ തൽക്കാലം വന്നത് ട്രംപാണ്. സീസ് ഫയർ നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ട്രംപ് വന്നിട്ട് അങ്ങനെ പറയാൻ, ട്രംപ് പറഞ്ഞിട്ടല്ല യുദ്ധം ഒഴിവാക്കേണ്ടത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രശ്നങ്ങൾ നയതന്ത്രപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. മറ്റു മാർഗങ്ങളെല്ലാം ഉണ്ട്. ഇന്ത്യൻ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് വേണ്ടത്. ആ സമീപനം നമ്മൾ പറയുമ്പോൾ സിംല കരാറിൽ പറയുന്നു തേർഡ് പാർട്ടി പങ്കാളിത്തം പാടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ചർച്ച ചെയ്ത് തീർക്കുകയാണ്. മൂന്നാം കക്ഷി അതിനകത്ത് ഇടപെട്ടുകൂടാ എന്ന് പാകിസ്ഥാനും ഇന്ത്യയും പറഞ്ഞു പോന്നിരുന്നു. അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് ട്രംപ് കടന്നു വരുന്നു. ട്രംപ് പ്രഖ്യാപിക്കുന്നു സീസ് ഫയർ ആയിരിക്കുന്നു. അത് വലിയ അപകടമായിട്ട് നീങ്ങുമായിരുന്നു. പക്ഷെ ഞാൻ രണ്ടു കൂട്ടരെയും ഗുണദോഷിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു കച്ചവടമൊന്നും നടത്തില്ല നിങ്ങളുമായിട്ട് കേട്ടോ, ട്രേഡ്. ഇത് പുള്ളി അവിടെ
അമേരിക്കയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ഈ ഏകപക്ഷീയമായിട്ട് ട്രംപ് പലതും പ്രഖ്യാപിക്കുന്നത് ഭരണഘടനാപരമല്ല, ഈ ചുങ്കം പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു കേസ് നടന്നപ്പോൾ അമേരിക്കൻ കോടതിയിൽ ട്രംപിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള അഫിഡവിറ്റ് എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ന്യൂക്ലിയർ യുദ്ധം തന്നെ നടന്നേനെ, ട്രേഡ് ഒരു ആയുധമായിട്ട് അവരെ ഭീഷണിപ്പെടുത്താൻ ഞാൻ ഉപയോഗിച്ചു. ആ ഭീഷണിക്ക് പിന്നിലാണ് പാകിസ്ഥാനും ഇന്ത്യയും സീസ് ഫയറിന് തയ്യാറായത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എന്തും പറയാനുള്ള എന്റെ ഈ പ്രത്യേക അവകാശം, പിന്നെ അടിയന്തര ഘട്ടത്തിൽ പ്രസിഡന്റിന് ചില തീരുമാനങ്ങൾ എടുക്കാൻ അവകാശം കൊടുക്കുന്നുണ്ട് അമേരിക്കൻ ഭരണഘടന. പക്ഷെ ഇതുപോലെ പിച്ചുമ്പയും പറയാനല്ല യഥാർത്ഥത്തിൽ. പിച്ചുമ്പയെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് കോടതി ചോദ്യം ചെയ്തപ്പം ട്രംപ് അവകാശപ്പെട്ടത് ഈ പ്രത്യേക അവകാശം പ്രത്യേക സമയത്ത് മാത്രം, അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിട്ടുള്ള ഭരണഘടന നൽകുന്ന ഈ അവകാശം, അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വലിയൊരു ലോക യുദ്ധം ഒഴിവാക്കിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള. നിങ്ങൾക്ക് അറിയൂ എന്ന് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഒരു ഭാഗത്ത് രാജ്യങ്ങളെ ഭിന്നിപ്പിക്കുക, ജനതയെ ഭിന്നിപ്പിക്കുക, ഗസയിലെ പോലെ ചോര കുരുതി നടത്തുക, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സീസ് ഫയർ വേണമെന്ന് പറഞ്ഞിട്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഗസയിൽ സീസ് ഫയർ വേണമെന്ന് പറയുന്നു. വേണ്ടാന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രയേലും മാത്രമാണ്. അപ്പോൾ എത്ര വലിയ വഞ്ചനയാണ് സാമ്രാജ്യത്വം നടത്തുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അവർ അവരുടെ ചൂഷണവും ആധിപത്യവും ലോകത്ത് അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. നാം ചർച്ച ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ച EMS പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തെ അനുമോദിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, വിഷയത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് എല്ലാ നാട്ടുകാരുടെയും ബോധത്തിലേക്ക് വരണം. നാട്ടുകാരെല്ലാം ഈ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറഞ്ഞിട്ട് നല്ലൊരു നേട്ടം നമ്മൾ കേരളത്തിലുണ്ടാക്കി. പക്ഷെ രാഷ്ട്രീയ സാക്ഷരതയും വർദ്ധിക്കണം. അത് വളരെ പ്രധാനമാണ്. രാഷ്ട്രീയ സാക്ഷരത വർദ്ധിക്കാതിരുന്നാൽ കള്ളപ്രചാര വേലകളും മാധ്യമങ്ങളുടെ വളച്ചൊടിക്കലുകളും ഒക്കെ നമ്മുടെ ബോധത്തെ വഴിതെറ്റിച്ചു എന്ന് വരാം. അതുകൊണ്ട് ഈ പഠന പരിപാടി എല്ലാ തലങ്ങളിലേക്കും കൊണ്ടുപോകാൻ EMS പഠനകേന്ദ്രം ശ്രദ്ധ വെക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് സൂചിപ്പിച്ചുകൊണ്ട് ക്ഷമാപൂർവം എന്റെ വാക്കുകൾ കേട്ടിരുന്ന നിങ്ങളോടെല്ലാം നന്ദി പറയുന്നു. അനശ്വരനായ രക്തസാക്ഷി സഖാവ് ബാലകൃഷ്ണന്റെ രക്തസാക്ഷി ദിനം കൂടിയാണിത്. ആ സഖാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ രക്താഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.